ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ഇതാണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആണ് അല്ലെ. പ്രധാനമായിട്ടും വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് ആവശ്യമായിട്ട് വരുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. അത് എത്ര തവണ ഒരു വർഷത്തിൽ എത്ര തവണ അത് സെയിൽസ് ചെയ്ത് ആ ക്യാഷ് തിരിച്ച് നമ്മുടെ കയ്യിലോട്ട് വരുന്നുണ്ട് ഒരു വർഷത്തിൽ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രത്തോളം തവണ അത് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, എത്ര ടൈംസ് അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന റേഷ്യോ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയും. അതിനുള്ള ഇക്വേഷൻ നെറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ദെൻ രണ്ട് കോമ്പണൻസ് ആണ്. ഒന്ന് സെയിൽസ് അല്ലെ, നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സെയിൽസിൽ നിന്നും നമ്മളുടെ സെയിൽസ് റിട്ടേൺസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അവിടെ നെറ്റ് സെയിൽസ് കിട്ടും. ടോട്ടൽ സെയിൽസ് ആട്ടോ. ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ അവിടെ ക്യാഷ് സെയിൽസ് ഉണ്ടാവും, ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടാവും, നമ്മൾ കടത്തിന് വിറ്റ സെയിൽസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഈ പറയുന്ന ക്യാഷ് അല്ലെ, നമ്മൾ ബൈ ക്യാഷിന് വിറ്റ സെയിൽസും രണ്ടും പാടെ കൂട്ടിയിട്ടുള്ളതാണ് ടോട്ടൽ സെയിൽസ്. അതിൽ നിന്നും നമ്മൾ വിറ്റ വസ്തുക്കൾ എന്തെങ്കിലും തിരിച്ചു വരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം, അത് മൈനസ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടുക. ഓക്കെ, ആ നെറ്റ് സെയിൽസിനെ ഈ വർക്കിംഗ് ക്യാപിറ്റലുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ പറയുന്ന വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കിട്ടും. ദെൻ ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ കാണാൻ കറണ്ട് അസറ്റ് നിന്ന് കറണ്ട് ലാബിലിറ്റി നമുക്ക് മൈനസ് ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും, വർക്കിംഗ് ക്യാപിറ്റലും കിട്ടും. ഓക്കെ, ഇനി ഇതിന്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 7 or 8 ടൈംസ് ആണ്. ഒരു കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കാൻ 7 അല്ലെങ്കിൽ 8 തവണ ഈ പറയുന്ന ക്യാപിറ്റൽ കറങ്ങി തിരിഞ്ഞ് വീണ്ടും നമ്മളുടെ കയ്യിലോട്ട് ക്യാപിറ്റലായിട്ട് മാറുന്നുണ്ട് അല്ലെ. ഇപ്പോൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ദെൻ അതുപോലെ തന്നെ അത് നമ്മൾ സെയിൽസ് ചെയ്യാനുള്ള ഒരു ഫോർമാറ്റിലോട്ട് ആക്കി മാറ്റി, എന്നിട്ട് അത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് കടത്തിന് വിൽക്കുന്നുണ്ടാവാം, ചിലപ്പോൾ അതുപോലെ ക്യാഷിന് വിൽക്കുന്നുണ്ടാവാം അല്ലെ. കടത്തിന് വിറ്റ ആൾക്കാരുടെ കയ്യിൽ നമ്മൾ ക്യാഷ് കളക്ട് ചെയ്ത് വീണ്ടും നമ്മുടെ കയ്യിലോട്ട് ക്യാപിറ്റൽ എത്തിച്ചേരുന്നതിനാണ് ഒരു റൗണ്ട് എന്ന് പറയുന്നത്, ഒരു ടൈംസ് എന്ന് പറയുന്നത്. അങ്ങനെ 8 തവണയെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, സംഭവിക്കുന്നതാണ് ബെറ്റർ എന്നാണ് ഒരു ഈ വർക്കിംഗ് ക്യാപിറ്റൽ സ്റ്റാൻഡേർഡ് അല്ലെ, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തല്ലേ, അതുകൊണ്ട് നമ്മളത് പറയുന്നില്ല കേട്ടോ. ഇനി നെക്സ്റ്റ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആണ്. ഓക്കെ, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്താണ് ഇത് തമ്മിൽ, എന്തിന്റെ മീനിങ് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് സെയിൽസ് ആൻഡ് ഫിക്സഡ് അസറ്റ് ആണ്. നമ്മളുടെ നെറ്റ് സെയിൽസും നമ്മളുടെ ഫിക്സഡ് അസറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഷോ ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഇവിടെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വെക്കുക, അത് സെയിൽസിനെയാണ് ഡിനോട്ട് ചെയ്യുക. ടേൺ ഓവർ മീൻസ് ടോട്ടൽ സെയിൽസിനെയാണ് ഡിനോട്ട് ചെയ്യുക കേട്ടോ. അപ്പോ ആ സെയിൽസും ഫിക്സഡ് അസറ്റും എന്ത് ബന്ധമാണോ ഉള്ളത്, എന്താണ് അതിന്റെ റിലേഷൻഷിപ്പ് നമ്മൾ ഷോ ചെയ്യുന്ന റേഷ്യോ ആണ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. It measures the efficiency with which a firm utilizing its fixed asset in generating sales ആണ്. അപ്പോൾ നമുക്കറിയാം, ഒരു മാനുഫാക്ചർ ചെയ്ത് എന്തെങ്കിലും വസ്തുക്കൾ വിൽക്കുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കാം അല്ലെ, ഒരു ബിസിനസ് ആണ്. ആ ബിസിനസ്സിൽ ഒരുപാട് ഫിക്സഡ് അസറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ടാവാം അല്ലെ. ആ ഫിക്സഡ് അസറ്റ് എത്രത്തോളം നമ്മൾ ഈ സെയിൽസിന് വേണ്ടിയിട്ട്, സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അതിന്റെ എഫിഷ്യൻസി മെഷർ ചെയ്യാനാണ് അല്ലെ. ഈ ഫിക്സഡ് അസറ്റ് എത്രത്തോളം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ നമ്മൾ പ്രിപ്പയർ ചെയ്യണത്. ഓക്കെ, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോയുടെ രണ്ട് കോമ്പണൻസ്, ഒന്ന് നെറ്റ് സെയിൽസ് ആണ്, അതുപോലെ തന്നെ നെറ്റ് ഫിക്സഡ് അസറ്റ് ആണ്. ഓക്കെ, നെറ്റ് സെയിൽസ് അതുപോലെ തന്നെ നെറ്റ് ഫിക്സഡ് അസറ്റ് ആണ്. നമുക്ക് നോക്കാം എന്താണ് സംഭവം എന്നുള്ളത്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ, കാൽക്കുലേറ്റ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആണ്. താഴെ കുറച്ച് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ദെൻ ഫിക്സഡ് അസറ്റ് തന്നിട്ടുണ്ട് അറ്റ് കോസ്റ്റ് 2,40,000 ആണ്, 2,40,000 രൂപയാണ്. അതുപോലെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ടിൽ ഡേറ്റ്, അതുവരെയുള്ള അക്യുമുലേറ്റഡ് എന്താ പറയാ ഡിപ്രീസിയേഷൻ ഫിക്സഡ് അസറ്റിന്റെ മുകളിലാണ് എന്ത് ചെയ്യുക, നമുക്ക് ഈ പറയുന്ന ഈ ഒരു ഡിപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ വരിക. അതിന്റെ ഡിപ്രീസിയേഷൻ ആണ് 40,000 വരുന്നത്. അതുപോലെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഗ്രോസ് സെയിൽസ്. ഓക്കെ, ഗ്രോസ് സെയിൽസ് 12,50,000 ആണ്, 12,50,000 രൂപയാണ് ഗ്രോസ് സെയിൽസ് വരുന്നത്. സെയിൽസ് റിട്ടേൺ 50,000 ആണ്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് 1,50,000 ആണ്, 1,50,000 ആണ്. ഓക്കെ, ഇതിൽ ഓരോ ഐറ്റംസ് ഞാൻ പറയാം. ഇതില് ഫിക്സഡ് അസറ്റ് അറിയേണ്ട ആവശ്യമില്ല, ഫിക്സഡ് അസറ്റ് ആണ്. അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ
നമുക്ക് നെറ്റ് ഫിക്സഡ് അസറ്റ് കാണണം അല്ലെ. നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, നെറ്റ് ഫിക്സഡ് അസറ്റ് കിട്ടുക. ദെൻ ഗ്രോസ് സെയിൽസ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്ക് വേണ്ടത് എന്താ, നെറ്റ് സെയിൽസ് ആണ്. എങ്ങനെയാ നെറ്റ് സെയിൽസ് ആക്കി മാറ്റുക? ഗ്രോസ് സെയിൽസിനെ സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ നെറ്റ് സെയിൽസ് നമുക്ക് റിസീവ് ചെയ്യും. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അല്ലെ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത്. ഇവിടെ സൊല്യൂഷൻ ഉണ്ട്. ഇവിടെ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. നെറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ഫിക്സഡ് അസറ്റ് ആണ്. ദെൻ നെറ്റ് സെയിൽസ് നമുക്ക് കാണണമെങ്കിൽ ഇവിടെ നെറ്റ് സെയിൽസ് എത്രയാ, സെയിൽസ് ഇവിടെ 12,50,000 ആണ്. ആ 12,50,000 എന്ത് മൈനസ് ചെയ്താൽ മതി, സെയിൽസ് റിട്ടേൺ 50,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നെറ്റ് സെയിൽസ് ആയിട്ടുള്ള 12 ലക്ഷം നമുക്ക് അവിടെ റിസീവ് ചെയ്യും. 12 lakh rupees ആണ് അവിടുത്തെ നെറ്റ് സെയിൽസ്. ഇനി നെറ്റ് ഫിക്സഡ് അസറ്റ് കാണണം അല്ലെ. നെറ്റ് ഫിക്സഡ് അസറ്റ് നമുക്ക് ഇവിടെ തന്നത് എന്താ, ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റ് 2,40,000 ആണ്. അത് മറ്റേ കോസ്റ്റ് ആണ്. ഇനി അതിൽ നിന്ന് നമുക്ക് വന്ന ഡിപ്രീസിയേഷൻ ഉണ്ട്, അത് മൈനസ് ചെയ്യാം. ഡിപ്രീസിയേഷൻ 40,000 ആണ്. ആ ഡിപ്രീസിയേഷൻ 40,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2 lakh rupees ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഫിക്സഡ് അസറ്റ് ആയിട്ട് നമുക്ക്, നെറ്റ് ഫിക്സഡ് അസറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ചെറിയൊരു എറർ ഉണ്ടല്ലോ ഇവിടെ. സെക്കൻഡ്. ഓക്കെ, അപ്പൊ അവിടെ നെറ്റ് ഫിക്സഡ് അസറ്റ് നമുക്ക് 2 lakh rupees കിട്ടി. ദെൻ ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻസിലോട്ട് അപ്ലൈ ചെയ്യാം അല്ലെ. നമ്മുടെ ഇക്വേഷൻ എന്താ, നെറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ്. നമുക്ക് ഇവിടെ നെറ്റ് സെയിൽസ് 12 lakh കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റ് ഫിക്സഡ് അസറ്റ് നമുക്ക് ഇവിടെ 12 lakhും ഇവിടെ നെറ്റ് ഫിക്സഡ് അസറ്റ് 2 lakh നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഇനി എന്ത് ചെയ്താൽ മതി, ഇക്വേഷൻസിലോട്ട് അപ്ലൈ ചെയ്യാം. നെറ്റ് സെയിൽസ് എത്രയാ, 12 ലക്ഷം. 12 ലക്ഷം ഡിവൈഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ് 2 lakh rupees ആണ്. 2 lakh ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആൻസർ കിട്ടും 6 times ആണ് അല്ലെ. 6 times ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിക്സഡ് അസറ്റ് നമ്മൾ ഈ പറയുന്ന സെയിൽസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, ഇനി ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇൻഡിക്കേറ്റ് ദാറ്റ് ഓക്കെ, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഹയർ ദാൻ സ്റ്റാൻഡേർഡ് ആണ് അല്ലെ. നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞു സ്റ്റാൻഡേർഡ് എത്ര, നെറ്റ് ഫിക്സഡ് അസറ്റിന്റെ സ്റ്റാൻഡേർഡ് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. നെറ്റ് ഫിക്സഡ് അസറ്റിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമുക്ക് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് ഓക്കെ, ഫിക്സഡ് അസറ്റ് സ്റ്റാൻഡേർഡ് റേഷ്യോ 4 ആണ് കേട്ടോ. 4 ആണ്. നമുക്ക് ഇവിടെ കിട്ടിയത് ആൻസർ 6 times ആണ്. അപ്പോൾ 4 times എങ്കിലും മിനിമം വന്നാൽ തന്നെ അത് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ 6 times എബോവ് ദി സ്റ്റാൻഡേർഡ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ മിനിമം സ്റ്റാൻഡേർഡ് 4 ആണ്. നിങ്ങൾ എത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാറൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നിങ്ങൾ ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് അതിന്റെ ഒരു പേര് കേട്ടാൽ തന്നെ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ തന്നെ അതിലെ കോമ്പണൻസ് ഏതൊക്കെയാന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഊഹിച്ചെടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ സെയിൽസ് ആണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെച്ചാൽ മതി. ടേൺ ഓവറും ഫിക്സഡ് അസറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഇവിടെ നെറ്റ് അസറ്റ് ഫിക്സഡ് റേഷ്യോ എന്ന് ഡിനോട്ട് ചെയ്യണത്. ഓക്കെ, അപ്പൊ 6 times ആണ് നമുക്ക് കിട്ടിയ ആൻസർ. നെക്സ്റ്റ് നോക്കാം. അപ്പൊ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ് നമുക്ക് നെക്സ്റ്റ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, ടൈപ്സ് ഓഫ് റേഷ്യോസ് പറഞ്ഞ സമയത്ത് ഏതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട റേഷ്യോസ് ഓർമ്മ ഉണ്ടായിരിക്കെങ്കിലും? പ്രധാനപ്പെട്ട റേഷ്യോസ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു നേച്ചർ, ലിക്വിഡിറ്റി റേഷ്യോസ് ഉണ്ടായിരുന്നു, ലിവറേജ് റേഷ്യോസ് ഉണ്ടായിരുന്നു, ആക്ടിവിറ്റി റേഷ്യോസ് ഉണ്ടായിരുന്നു അല്ലെ. അതിലിപ്പോ നമ്മള് ഇപ്പൊ ഇതുവരെ ഡിസ്കസ് ചെയ്തതൊക്കെ ഏതാണ്? ഈ പറയുന്ന ലിക്വിഡിറ്റി റേഷ്യോസ് പറഞ്ഞു, ലിവറേജ് റേഷ്യോസ് പറഞ്ഞു. അതുപോലെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തൊക്കെ എന്താണ്?
ആക്ടിവിറ്റി റേഷ്യോസ് ആണ്. ഇപ്പൊ ഈ നേരത്തെ ഡിസ്കസ് ചെയ്ത ഈ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റി റേഷ്യോസിന്റെ അണ്ടറിൽ വരുന്ന റേഷ്യോസ് ആണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ്. ഓക്കെ, ഒരു ഫേമിന്റെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന റേഷ്യോ ആണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറയും. നമുക്കറിയാം എല്ലാവരും ഇപ്പൊ ഈ പറയുന്ന ഒരു കമ്പനിയുമായിട്ട് ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന എല്ലാവർക്കും അറിയേണ്ട ഒരു ഫാക്ടറാണ് ആ കമ്പനിക്ക് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന കമ്പനിക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. സോ അതാണ് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, പ്രോഫിറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ എവരി വൺ അസോസിയേറ്റഡ് വിത്ത് ദ കമ്പനിയാണ്. കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാവർക്കും ഈ പറയുന്ന കമ്പനിയുടെ പ്രോഫിറ്റ് എന്താണ് പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ദ ടേം പ്രോഫിറ്റബിലിറ്റി, എന്താണ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നുണ്ട്, റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് എ ഫേം ടു ഏൺ ഇൻകം ആണ്. ഓക്കെ, ഒരു ഫേമിന് ആ ഫേമിന്റെ എബിലിറ്റിയാണ്, നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള ആ ഫേമിന്റെ എബിലിറ്റിയാണ് ആക്ച്വലി പ്രോഫിറ്റബിലിറ്റി കൊണ്ട് മീൻ ചെയ്യണത്. മനസ്സിലായല്ലോ? പ്രോഫിറ്റബിലിറ്റി മീൻസ് ഇതാണ് എബിലിറ്റി ഓഫ് എ ഫേം ടു ഏൺ ഇൻകം ആണ്, വരുമാനം നേടാനുള്ള ആ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ആ ബിസിനസ് സ്ഥാപനത്തിന്റെ എബിലിറ്റിയാണ് അല്ലെങ്കിൽ കഴിവിനെയാണ് നമ്മൾ പ്രോഫിറ്റബിലിറ്റി എന്ന് മീൻ ചെയ്യുന്നത്. സോ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ഫേം ക്യാൻ ബി ഈസിലി മെഷേർഡ് ബൈ ഇറ്റ്സ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ്. നമുക്ക് ഒരു ഫേമിന്റെ പ്രോഫിറ്റബിലിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒരു കമ്പനിയുടെ എബിലിറ്റി, ഈ ഇൻകം ഏൺ ചെയ്യാനുള്ള എബിലിറ്റി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണത്. ഓക്കെ, അത് മെയിൻ ആയിട്ട് വരുന്ന ആവശ്യക്കാർ പലരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ അവർക്ക് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി അറിയേണ്ടി വരും. അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവാം അല്ലെ. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പല ആളുകളും ഉണ്ടാവാം. ദെൻ അവർക്കൊക്കെ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. രണ്ട് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ് പ്രധാനമായിട്ടുള്ളത്. അതിലൊന്ന് റേഷ്യോസ് ബേസ്ഡ് ഓൺ സെയിൽസ്, നമ്മൾ സെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉണ്ട്. ഒന്ന് ഫസ്റ്റത്തെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ് ബേസ്ഡ് ഓൺ സെയിൽസ് ആണ്. രണ്ടാമത്തത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉണ്ട്. ഇതിൽ നമുക്ക് കൂടുതലും പഠിക്കാനുള്ളത് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോ നമുക്ക് ആദ്യം മനസ്സിലാക്കി വെക്കുക, നമുക്ക് പ്രധാനമായിട്ടും റേഷ്യോസ് 5 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, 5 റേഷ്യോസ് ആണ്. അതിലൊന്ന് ലിക്വിഡിറ്റി റേഷ്യോസ് ആണ്, സെക്കൻഡ് വൺ ലിവറേജ് റേഷ്യോസ് ആണ്, തേർഡ് വൺ ആക്ടിവിറ്റി റേഷ്യോ ആണ്. ആക്ടിവിറ്റി റേഷ്യോ ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ദെൻ നാലാമത്തതാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. ദെൻ ഇനി ഒന്നും കൂടി ഉണ്ട്, മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ കൂടി കഴിഞ്ഞാൽ റേഷ്യോ അനാലിസിസ് നമുക്ക് കംപ്ലീറ്റ് ആവും. ഓക്കെ, അടുത്തൊരു ക്ലാസ് കൊണ്ട് നമുക്ക് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ് കൂടി നമുക്ക് റേഷ്യോ അനാലിസിസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിലെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണത്, ചോദിക്കാറുണ്ട് കേട്ടോ. ദെൻ ഇനി നമുക്ക് സെയിൽസ് രണ്ടായിട്ടാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് നമ്മൾ ഡിവൈഡ് ചെയ്തതെന്ന് പറഞ്ഞു. ഒന്ന് സെയിൽസിന്റെ അടിസ്ഥാനത്തിലും നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ സെയിൽസ് ആണ്. സെയിൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ്. ദീസ് ആർ ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. ഇതാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. ദീസ് ആർ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് സെയിൽസ് ആണ്. കമ്പനിയുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഏതാണോ ബിസിനസ്, ആ ബിസിനസ് സ്ഥാപനത്തിന്റെ ഈ സെയിൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. പ്രധാനമായിട്ടും വരുന്ന റേഷ്യോസ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഒന്ന് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. ഒന്നാമത്തത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, രണ്ടാമത്തതാണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, മൂന്നാമത്തെ ഓപ്പറേറ്റിംഗ് റേഷ്യോ, നാലാമത്തെ എക്സ്പെൻസസ് റേഷ്യോസ് ആണ്. ഇങ്ങനെ 4 റേഷ്യോസ് ആണ് ഈ പറയുന്ന സെയിൽസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. 4 റേഷ്യോസ് കേട്ടോ. ഈ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റണം എന്താണ് സംഭവം എന്നുള്ളത് അല്ലെ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്തായിരിക്കും? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാല് സെയിൽസും ഗ്രോസ് പ്രോഫിറ്റ് തമ്മിലുള്ള ബന്ധമാണ്.
അതായത് സെയിൽസിന്റെ എത്ര പെർസെന്റേജ് ആണ്, അല്ലെ ഒരു കമ്പനിയുടെ സെയിൽസിന്റെ എത്ര പെർസെന്റേജ് ആണ് ഗ്രോസ് പ്രോഫിറ്റ് വരുന്നത്. ഈ പറയുന്ന നെറ്റ് പ്രോഫിറ്റും അതുപോലെ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അപ്പോ സെയിൽസിന്റെ എത്ര പെർസെന്റേജ് ആണ് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്, ഒക്കെ പെർസെന്റേജ് ആയിരിക്കും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഓപ്പറേറ്റിംഗ് റേഷ്യോ, ഈ പറയുന്ന സെയിൽസിന്റെ എത്ര പെർസെന്റേജ് ആണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ വരുന്നത്, അല്ലെ സെയിൽസിന്റെ എത്ര പാർട്ടാണ് ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ വരുന്നത്. അതുപോലെ തന്നെ എക്സ്പെൻസസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ മറ്റുള്ള എക്സ്പെൻസുകൾ, ഇൻഡയറക്ട് എക്സ്പെൻസുകൾ സെയിൽസിന്റെ എത്ര പെർസെന്റേജ് ആണ്. അപ്പൊ അവ തമ്മിലുള്ള സെയിൽസും ഈ പറയുന്ന 4 ഐറ്റംസും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഈ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ സെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൽ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം അല്ലെ. ഇവിടുത്തെ ഫസ്റ്റ് വൺ എന്താ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. ഫസ്റ്റ് വൺ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. എന്താ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാല്, ജസ്റ്റ് ഒന്ന് പറഞ്ഞേ, എനിബഡി എനിക്ക് അറിയാൻ പറ്റുമോ എന്താ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാല്? വാട്ട് ഈസ് മീൻ ബൈ ഗ്രോസ് പ്രോഫിറ്റ്? ആരെങ്കിലും ഒരാൾ മറുപടി പറയും. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെ. ഗ്രോസ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് ഒക്കെ അറിയില്ലേ? ഓക്കെ, എവിടെന്നാ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക നമുക്ക്? ഗ്രോസ് പ്രോഫിറ്റ് എവിടെന്നാ കിട്ടുക? എവിടെയാണ് ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാവുക? ഡെബിറ്റ് സൈഡ്. ഏതിന്റെ ഡെബിറ്റ് സൈഡാ? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് ഉണ്ടാവുക അല്ലേ? ഡെബിറ്റ് സൈഡിൽ ഉണ്ടാവുന്ന ഐറ്റം ആണ്. ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാവുക? ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ആണ് ഈ പറയുന്ന ഐറ്റം ഇല്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്? സെയിൽസ് ആണെങ്കിലും ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിലും നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണെങ്കിലും അതർ എക്സ്പെൻസുകൾ ആണെങ്കിലൊക്കെ ഈ പറഞ്ഞ പോലെ എവിടെ വരുന്നതാണ്? പി ആൻഡ് എൽ അക്കൗണ്ടിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ആണ്. അതിലെ ഐറ്റംസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ നോക്കാം. ദിസ് ഈസ് ദ റേഷ്യോ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ടു സെയിൽസ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെന്റേജ് ആണ്. ഓക്കെ, ഇതെന്താണ് സംഭവം? ദിസ് ഈസ് എ റേഷ്യോ ഗ്രോസ് പ്രോഫിറ്റ് ടു സെയിൽസ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെന്റേജ് ആണ്. ഓക്കെ, എക്സ്പ്രസ്ഡ് ആസ് എ പെർസെന്റേജ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ സ്ക്രീന്? ഹലോ, കാണുന്നുണ്ടല്ലോ സാർ. ഓക്കെ ഓക്കെ, okay, this is the ratio of gross profit to sales expressed as a percentage ആണ്. That means gross profitഉം സെയിൽസും തമ്മിലുള്ള ഒരു ബന്ധമാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? പെർസെന്റേജിൽ എക്സ്പ്രസ് ചെയ്യാണ് കാണിക്കുന്നത്. ഒന്നുകൂടി പറയാം, ഗ്രോസ് പ്രോഫിറ്റും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ പെർസെന്റേജിൽ നമ്മൾ എന്ത് ചെയ്യാണ്? എക്സ്പ്രസ് ചെയ്യുന്ന റേഷ്യോ ആണ് ഈ പറയുന്ന ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയും. ഒന്നുകൂടി പറയാം, ഗ്രോസ് പ്രോഫിറ്റും സെയിൽസും അല്ലെ, അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ഈ ഒരു പെർസെന്റേജിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാണ്. സോ നോക്കാം അതിന്റെ ഇക്വേഷൻ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ്. ഇതാണ് റേഷ്യോ നമ്മുടെ ഇക്വേഷൻ ആയിട്ട് വരിക. ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ്. ഇവിടെ രണ്ട് കോമ്പണൻസ് ആണ് വരുന്നത്. ഒന്ന് ഗ്രോസ് പ്രോഫിറ്റ് ആണ്, രണ്ടാമത്തത് നെറ്റ് സെയിൽസ് ആണ് അല്ലെ. ദെൻ കോമ്പണൻസ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നെറ്റ് സെയിൽസ് ആണ്. നെറ്റ് സെയിൽസ് ഒക്കെ നമ്മൾ മുൻപേ പഠിച്ചതാണ്. നെറ്റ് സെയിൽസ് എങ്ങനെ കാണാം? ഗ്രോസ് സെയിൽസ് എന്ന് സെയിൽസ് റിട്ടേൺസ് മൈനസ് ചെയ്താൽ മതി അല്ലെ. ഗ്രോസ് സെയിൽസ് എന്ന് സെയിൽസ് റിട്ടേൺസ്, ദാറ്റ് മീൻസ് ടോട്ടൽ സെയിൽസ് ആണ്. ഗ്രോസ് സെയിൽസ് മീൻസ് ടോട്ടൽ സെയിൽസ് ആണ്. അവിടെ ക്യാഷ് സെയിൽസും വരും, ക്രെഡിറ്റ് സെയിൽസും വരും. രണ്ടും പാടെ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അത് കിട്ടുക. ഈ പറയുന്ന ഗ്രോസ് സെയിൽസ്, അതായത് ടോട്ടൽ സെയിൽസ്, ഓൾ സെയിൽസ് ആണ് കേട്ടോ.
അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? സെയിൽസ് റിട്ടേൺസ് നമുക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടും. ഈ പറയുന്ന ഡിനോമിനേറ്റർ കിട്ടും നമുക്ക്. ഓക്കെ, ഇനി ഗ്രോസ് പ്രോഫിറ്റ്, രണ്ടാമത്തെ കോമ്പണന്റ് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്മളുടെ നെറ്റ് സെയിൽസ് ഉണ്ടാവാം. ആ നെറ്റ് സെയിൽസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താൽ മതി. അതായത് സെയിൽസ് കിട്ടും, സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടും. ആ നെറ്റ് സെയിൽസ് എന്ത് മൈനസ് ചെയ്യാം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതായത് ആ ഗുഡ്സ് നമുക്ക് വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വന്ന എക്സ്പെൻസുകൾ ഉണ്ടാവും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെ, അത് സോൾഡ് ചെയ്യുന്ന രൂപത്തിലോട്ട് ആക്കി മാറ്റാൻ നമുക്ക് വേണ്ടി വന്ന കുറച്ച് ചെലവുകൾ ഉണ്ടാവാം, കോസ്റ്റുകൾ ഉണ്ടാവാം. ആ കോസ്റ്റ് എന്ത് ചെയ്താൽ മതി? നെറ്റ് സെയിൽസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോ ദാറ്റ് മീൻസ് നമ്മളുടെ സെയിൽസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ മൈനസ് ചെയ്യണതിന്റെ മുമ്പ്, ഒന്നുകൂടി പറയാം, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ മൈനസ് ചെയ്യണതിന്റെ മുമ്പുള്ള റേഷ്യോ ആണ്. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ വോയിസ്? ഹലോ, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, ഞാനിവിടെ എന്റെ ഫോണിൽ ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെ പ്രസന്റ് ചെയ്യണത് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത് കേട്ടോ. എന്താണ് എന്റെ ഫോണിൽ കാണുന്നില്ല? റേഞ്ച് ഇഷ്യൂ ആണാവോ? ഓക്കെ, അപ്പോ ഇതാണ് സംഭവം. ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് നെറ്റ് സെയിൽസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാലേ നമ്മളുടെ ട്രേഡിംഗ് പോർഷൻ ഇല്ലേ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാല് അതിലെ ട്രേഡിംഗ് പോർഷനിൽ, ആ ട്രേഡിംഗ് പോർഷനിലെ എക്സ്പെൻസുകൾ ഇല്ലേ, ഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്ന് പറയും അല്ലെ, ഡയറക്റ്റ് എക്സ്പെൻസുകൾ, അതിനെയാണ് നമ്മൾ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ രണ്ട് പോർഷൻ ഉണ്ടാവും. ആദ്യത്തെ പോർഷൻ എന്താ? ട്രേഡിംഗ് പോർഷനും സെക്കൻഡ് പോർഷനും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിരിക്കും. അതിലെ ട്രേഡിംഗ് പോർഷൻസിലെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന എക്സ്പെൻസുകളാണ് നമ്മൾ ഈ പറയുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇല്ലേ, നമുക്കറിയാം ഈ പറയുന്ന ഐറ്റംസ് ആണ്. നോക്കിയാൽ മതി, ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല, നമുക്ക് ഈ പറയുന്ന ട്രേഡിംഗ് പോർഷൻസിൽ വരുന്ന ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ചെയ്യുന്ന ഐറ്റംസ് ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, വേജസ്, ഓൾ അതർ ഡയറക്റ്റ് എക്സ്പെൻസുകൾ. അതിന് എന്ത് ചെയ്യുക? നമ്മൾ ഈ പറയുന്ന ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുന്ന സെയിൽസിന്റെ താഴെ കാണിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട് അല്ലെ, ആ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്താൽ മതി. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നിങ്ങളുടെ മൈൻഡിലോട്ട് വരണം കേട്ടോ ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത്. അതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ട്രേഡിംഗ് പോർഷൻസിൽ വരുന്ന ഐറ്റംസ് ആണ് ഈ സംഭവങ്ങളൊക്കെ അല്ലെ, ട്രേഡിംഗ് പോർഷൻസിൽ വരുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ. ഇതിനോട് കൂടി എന്ത് കൂടി ഉണ്ടാവും? ഇവിടെ സെയിൽസും കൂടി ഉണ്ടാവും. ഇതൊക്കെ പാടെ കൂട്ടിച്ചേർത്താണ് ട്രേഡിംഗ് പോർഷനിൽ. അതിൽ ഈ ക്ലോസിംഗ് സ്റ്റോക്കും സെയിൽസും കൂടിയാണ് ഡെബിറ്റ് സൈഡിൽ വരിക. ദെൻ ബാക്കിയുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, വേജസ്, ഓൾ അതർ ഡയറക്റ്റ് എക്സ്പെൻസ് കണ്ടോ ഇവിടെ, ഓൾ അതർ ഡയറക്റ്റ് എക്സ്പെൻസ്. അതായത് ഈ പറയുന്ന ക്യാരേജ് ഇൻവാർഡ്, ക്യാരേജ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി വന്ന യാത്രാക്കൂലി അല്ലെ, അങ്ങനെയുള്ള എക്സ്പെൻസുകളൊക്കെയാണ് ഓൾ അതർ ഡയറക്റ്റ് എക്സ്പെൻസിൽ വരിക. സോ ഇതൊക്കെ പാടെ കൂട്ടി ചേർത്തതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഡയറക്റ്റ് എക്സ്പെൻസുകളാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതെന്ത് ചെയ്യാം? നമുക്ക് ഈ പറയുന്ന നെറ്റ് സെയിൽസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, രണ്ട് കോമ്പണൻസ് ആണ്, ഗ്രോസ് പ്രോഫിറ്റും ഉണ്ട്, നെറ്റ് സെയിൽസും ഉണ്ട്. ഓക്കെ, ഇനി ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 20% ആണ്. 20% അല്ലെങ്കിൽ to 25% വരെയാണ് നമുക്ക്. അതിനർത്ഥം എന്താ മനസ്സിലായോ? ഗ്രോസ് പ്രോഫിറ്റ് സെയിൽസിന്റെ, ഒന്നുകൂടി പറയാം, സെയിൽസിന്റെ 25% അല്ലെങ്കിൽ 20% എന്തായിരിക്കണം? ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ടോട്ടൽ സെയിൽസ് ഇപ്പോ 100 രൂപയാണെങ്കിൽ, നമ്മളിപ്പോ 100 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ സെയിൽസ് നടത്തി 100 രൂപയുടെ, അങ്ങനെയാണെങ്കിൽ 20 രൂപ അല്ലെങ്കിൽ 25 രൂപ എന്തായിരിക്കണം? നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടണം എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, 100 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് മിനിമം 25 രൂപ അല്ലെങ്കിൽ 20 രൂപ നമുക്ക് എന്ത് കിട്ടണം? ഈ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടണം. ഓക്കെ, എങ്കിലാണ് അത് ആ കമ്പനിക്ക് ലാഭം അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആയിട്ട് മാറുള്ളൂ, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് 20 to 25% ആണ്. ടോട്ടൽ സെയിൽസിന്റെ 20 to 25% നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടണം. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയാൽ അത് കംപ്ലീറ്റ് പ്രോഫിറ്റ് ആയിട്ട് മാറുന്നില്ല അല്ലെ, ഇനി അതിന് എന്ത് കുറക്കണം?
ഇൻഡയറക്ട് എക്സ്പെൻസുകൾ ഇപ്പൊ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ ഈ ട്രേഡിംഗ് പോർഷൻസിൽ എക്സ്പെൻസേ കുറച്ചിട്ടുള്ളൂ. ഇനി വേറെയും കുറെ ഇൻഡയറക്ട് എക്സ്പെൻസുകൾ ഉണ്ട് അല്ലെ. ആ എക്സ്പെൻസുകളൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് ഇനി മൈനസ് ചെയ്യാനുണ്ട്. അതും കൂടി മൈനസ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നെറ്റ് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പൊ മിനിമം നമുക്ക് 20 to 25% നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഐഡിയൽ ആയിട്ടുള്ള ഒരു റേഷ്യോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. അവിടെ കമ്പ്യൂട്ട് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഫ്രം ദി ഫോളോയിങ് ആണ്. ഓക്കെ, കമ്പ്യൂട്ട് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഫ്രം ദി ഫോളോയിങ്. അതില് സെയിൽസ് 5,12,000 രൂപയാണ്. സെയിൽസ് 5,12,000. സെയിൽസ് റിട്ടേൺസ് 10,000. ഓപ്പണിംഗ് സ്റ്റോക്ക് 82,000. ക്ലോസിംഗ് സ്റ്റോക്ക് 64,400. പർച്ചേസ് 3,92,000. പർച്ചേസ് റിട്ടേൺ 8,000. ഓക്കെ, ഞങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. ഞാൻ ആൻസർ ഇവിടെ കാണിക്കുന്നില്ല, നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. എന്താ കാണാൻ പറഞ്ഞത്? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ് കാണാൻ പറഞ്ഞത്. ഇക്വേഷൻ എന്താ? ഇക്വേഷൻ ഒന്ന് ചെയ്തേ. നോട്ട്ബുക്ക് ഒക്കെ കയ്യിലില്ലേ? ഒന്ന് ചെയ്തു നോക്കിക്കോളി. ഹലോ, ഓക്കെ, എന്താ ഇക്വേഷൻ എന്താ? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയുടെ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഡിവൈഡ് ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. പെർസെന്റേജിലാണ് ഡിനോട്ട് ചെയ്യുക, അതുകൊണ്ട് ഇൻറ്റു 100 ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ ഇനി അവിടെ നമുക്ക് വരുന്ന ഐറ്റംസുകൾ ഏതൊക്കെയാ? ഗ്രോസ് പ്രോഫിറ്റും ഉണ്ട്, നെറ്റ് സെയിൽസും ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? നെറ്റ് സെയിൽസ് കാണാം. നെറ്റ് സെയിൽസ് എങ്ങനെയാ ഫൈൻഡ് ഔട്ട് ചെയ്യാം? നെറ്റ് സെയിൽസിന്റെ ഇക്വേഷൻ എന്താ? സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. എത്രയാണ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ വരുന്നത്? സെയിൽസ് 5,12,000 ആണ്. സെയിൽസ് റിട്ടേണോ 10,000 ആണ് അല്ലെ, 10,000 ആണ്. എത്രയാ വരുന്നത്? നെറ്റ് സെയിൽസ് കിട്ടിയാർക്കെങ്കിലും ചെയ്യുന്നുണ്ട് എല്ലാവരും? അതോ കേട്ടിരിക്കാൻ മാത്രമാണോ? എല്ലാരും കേട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ആൻസർ കാണിക്കാം. ഒന്ന് വർക്ക്ഔട്ട് ചെയ്തു. നെറ്റ് സെയിൽസ് 5,02,000. ഓക്കെ, റൈറ്റ്, യെസ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഫിഗർ എന്താ? ഗ്രോസ് പ്രോഫിറ്റ് ആണ് അല്ലെ. ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ നേരത്തെ പറഞ്ഞു. യെസ്, നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇക്വേഷൻ എഴുതിയേക്കാം. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെ. നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതിലിപ്പോ നമുക്ക് നെറ്റ് സെയിൽസ് നമ്മൾ കണ്ടെത്തി വെച്ചു അല്ലെ. നെറ്റ് സെയിൽസ് ഇപ്പൊ ഓൾറെഡി നമ്മൾ കണ്ടെത്തി വെച്ചു 5,02,000 ആണെന്നുള്ളത് അല്ലെ. ഇനി എന്താ കാണുള്ളത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാം നമുക്ക്. അത് മൈനസ് ചെയ്യണം. നെറ്റ് സെയിൽസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താലാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക. ഇതിൽ ഏതൊക്കെയാണ് പാർട്ട് ഓഫ് ഗ്രോസ്, ഈ പറയുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ ഭാഗമായിട്ട് വരുന്ന ഐറ്റംസ് ഏതൊക്കെയാ? ഓപ്പണിംഗ് സ്റ്റോക്ക്, പിന്നെ പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്തത്, പർച്ചേസ്, പിന്നെ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, അപ്പൊ എത്രയാ വരുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് 82,000 അല്ലെ. 82,000 പ്ലസ് പർച്ചേസ് 3,92,000 പ്ലസ് 3,92,000 പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്തിട്ട് വേണ്ട ചെയ്താന്. 3,92,000 മൈനസ് ചെയ്യാം. എന്നിട്ട് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. എത്ര കിട്ടിയത്? എമൗണ്ട് കിട്ടിയോ? ഹലോ, 4,01,600. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി 4,01,600. 40,1,600 കിട്ടി അല്ലെ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. ഇനി നമുക്ക് എന്താ കാണുള്ളത്?
ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള രണ്ട് ഐറ്റംസ് നമുക്ക് കിട്ടിയില്ലേ? എന്തൊക്കെ ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള രണ്ട് ഐറ്റംസ്? ഒന്ന് നെറ്റ് സെയിൽസ് ആണ്, അത് ഓൾറെഡി നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഇപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കിട്ടി. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈ പറയുന്ന 4,16,600 ആണ്. ഓക്കെ, ദെൻ എന്ന് കണ്ടെത്തി വെച്ചാൽ എത്ര ആൻസർ കിട്ടുന്നേ? ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? 1,04,00,000. യെസ്, 1,04,00,000. റൈറ്റ്. 20%. യെസ്, 20% ആണ് എന്ത്? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 20% ആണ്. ഓക്കെ, ഇവിടെ ഞാൻ കാണിക്കാം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്താൽ മതി. നെറ്റ് പർച്ചേസ് കാണാൻ പർച്ചേസ് റിട്ടേൺ ചെയ്താലാണ് നെറ്റ് പർച്ചേസ് കാണാം. നമുക്ക് അവിടെ 4,16,600 കിട്ടി. ദെൻ പിന്നെ നെറ്റ് സെയിൽസ് കാണാൻ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ചെയ്താൽ കിട്ടും 5,12,000 മൈനസ് 10,000, 5,02,000 ചെയ്ത് കിട്ടി. ഇനി ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അല്ലെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ട് 4,16,600 ആണെന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്തു? ഈ പറയുന്ന എമൗണ്ടിന്ന് 5,02,000 4,16,600 മൈനസ് ചെയ്തപ്പോ 1,04,000 കിട്ടി. ദെൻ ഇനി ജസ്റ്റ് ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്താൽ മതി. 1,04,000 ഡിവൈഡഡ് ബൈ 5,02,000 ഇൻറ്റു 100 അല്ലെ, 20% ആണ് കിട്ടിയത്. 20% സ്റ്റാൻഡേർഡ് ആണോ അതോ ബിലോ സ്റ്റാൻഡേർഡ് ആണോ? 20% സ്റ്റാൻഡേർഡ് ആണോ? സ്റ്റാൻഡേർഡ് ആണ് അല്ലെ. 20 to 25 ആണ് സ്റ്റാൻഡേർഡ് വരിക. അതായത് ഇവിടെ അർത്ഥം എന്താ വെച്ചാല് സെയിൽസിന്റെ 20%, ദാറ്റ് മീൻസ് നമ്മളുടെ സെയിൽസ് ഇവിടെ 5,12,000 ആണ്. ഈ ക്വസ്റ്റ്യനിലെ സെയിൽസ് 5,12,000 ആണ്. അതിന്റെ 20% നമുക്ക് എന്തായിരിക്കും? നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. ആ കമ്പനിയുടെ സെയിൽസിന്റെ 20% ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യുക. ഓക്കെ, മനസ്സിലാക്കി വെച്ച ഒന്നും കൂടി. ഒരു കമ്പനി 100 രൂപയുടെ ഈ പറയുന്ന പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ, സെയിൽസ് നടന്നു കഴിഞ്ഞാൽ ആ 100 രൂപയുടെ 20% എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇതാണ് അതിന്റെ മീനിങ്. നിങ്ങൾ എക്സാമിനൊക്കെ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ എഴുതണം കേട്ടോ, മറക്കരുത്. നിങ്ങളൊരു പെർസെന്റേജ് കണ്ടെത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അത് ഇന്റർപ്രറ്റ് ചെയ്യാനും കൂടി ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടാവും. ആ ഇന്റർപ്രിട്ടേഷൻ കൂടി ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കറിയാം ഈ പറയുന്ന പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് പലതും 3-4 ഉണ്ട്. അതിൽ രണ്ടാമത്താണ് ഇനി ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയും. ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആൻഡ് സെയിൽസ് ആണ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് കോസ്റ്റും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു റേഷ്യോ ആണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയും. ഓക്കെ, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഓവറോൾ എഫിഷ്യൻസി ഇൻ ഓപ്പറേറ്റിംഗ് ദ ബിസിനസ് ആണ്. ആ ഒരു ഫേമിന്റെ, ആ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന റേഷ്യോ ആണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ്. ഓക്കെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഇവിടെ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നിങ്ങൾക്ക് എന്താ മനസ്സിലായിട്ടുണ്ടാവും? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, ഇനി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പറഞ്ഞാലോ? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പറഞ്ഞാൽ മറ്റുള്ള എക്സ്പെൻസുകളെയാണ് നമ്മൾ പറയാ. ബാക്കിയുള്ള എക്സ്പെൻസിനെയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയാ. ഡയറക്റ്റ് അല്ലാത്ത ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെയാണ്. അത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും വരിക ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു സോപ്പ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, ആ സോപ്പ് നിർമ്മിക്കാൻ വേണ്ടി വരുന്ന ഒരു ഫാക്ടറി ഉണ്ടാവില്ലേ? സോപ്പ് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി ഉണ്ടാവും വിചാരിക്കാം. ആ സോപ്പ് നിർമ്മിക്കാനുള്ള മെഷീനറി ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ അതുമായിട്ട് ആ സോപ്പ് നിർമ്മിക്കുന്ന വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. അവർക്ക് കൊടുക്കുന്ന വേജസ്, അതുപോലെ റോ മെറ്റീരിയൽ, അതുപോലെ തന്നെ മറ്റുള്ള അവിടെ വരുന്ന എക്സ്പെൻസുകൾ ഇല്ല, മെഷീനറിയുടെ ചെലവ് കാര്യങ്ങൾ, അതൊക്കെയാണ് അവിടുത്തെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ആ സോപ്പ് നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് മാർക്കറ്റ് ചെയ്യാനും അത് വിൽക്കാനൊക്കെ വേണ്ടി വരുന്ന, അപ്പോൾ ആ പറയുന്ന മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റ് ആണ് ഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഒക്കെ. ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൽ ഡയറക്റ്റ്ലി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റിനെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുക. അതാണ് നമ്മളുടെ
ഈ ട്രേഡിംഗ് പോർഷനിൽ വരുന്ന എക്സ്പെൻസുകൾ. ഓക്കെ, അതാണ് ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, ഇനി അതല്ലാത്ത കുറെ എക്സ്പെൻസുകൾ, ആ പ്രൊഡക്റ്റ് പിന്നീട് നമുക്ക് മാർക്കറ്റിൽ വിറ്റ് സെയിൽസ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെയിലാക്കി മാറ്റാൻ ഒരുപാട് എക്സ്പെൻസുകൾ, അതിന്റെ ഓഫീസ് വർക്കുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, അക്കൗണ്ടന്റുമാരുണ്ടാവാം, അവിടെ ക്ലീനിങ് സ്റ്റാഫുകൾ ഉണ്ടാവാം, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവാം അല്ലെ. സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അവിടെ വേറെയും എക്സ്പെൻസുകൾ വരുന്നുണ്ടാവാം. ആ എക്സ്പെൻസുകളാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയും. ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. നമുക്ക് ആ പ്രൊഡക്റ്റുമായിട്ട് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റാത്ത എക്സ്പെൻസുകളെയാണ് ഇൻഡയറക്റ്റ് ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയും. അപ്പോ അത് രണ്ടും പാടെ കൂട്ടിയിട്ട് നമ്മളുടെ സെയിൽസിന്റെ എത്ര പെർസെന്റേജ് ആണ് അത് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. രണ്ട് കോമ്പണൻസ് ആണ്. ഒന്ന് നെറ്റ് സെയിൽസ് ആണ്, രണ്ടാമത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളും ഒരുമിച്ച് കൂട്ടിയതാണ്. നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താന്നുള്ളത് നമ്മളിപ്പോ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞു. അത് കാണാനുള്ള ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ. ഇനി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ഈ രണ്ടാമത്തെ ഐറ്റം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. അതെന്ന് പറഞ്ഞാൽ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് വരും, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് വരും, ഫിനാൻഷ്യൽ എക്സ്പെൻസസ്, ഇൻട്രസ്റ്റ് ഓൺ ഷോർട്ട് ടേം ലോണ്, ബാഡ് ഡെപ്റ്റ്, ഡിസ്കൗണ്ട് അലൗഡ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, ഈ പറയുന്ന എക്സ്പെൻസുകളൊക്കെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളും ആഡ് ചെയ്തിട്ട് അത് സെയിൽസിന്റെ എത്ര പെർസെന്റേജ് ആണ് വരുന്നത് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന റേഷ്യോ ആണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയും. ഓക്കെ, അത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 75 to 85% വരെ വരാൻ പാടുള്ളൂ. ഇപ്പൊ 100 രൂപയുടെ വസ്തു നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ ആ വസ്തുവിന്റെ സെയിൽസ് പ്രൈസ് 100 രൂപയാണ്. ഒരു പ്രൊഡക്റ്റിന്റെ സെയിൽസ് പ്രൈസ് 100 രൂപയാണ്. മാക്സിമം നമുക്ക് എത്ര വരാൻ പാടുള്ളൂ കോസ്റ്റ്, ഈ രണ്ട് കോസ്റ്റും കൂടിയും ആ സെയിൽസ് പ്രൈസിന്റെ 85 രൂപയെങ്കിലും മാക്സിമം വരാൻ പാടുള്ളൂ. മാക്സിമം 85 വരെ. അതിന്റെ താഴത്തോട്ട് വന്നാലും കുഴപ്പമില്ല. ഓക്കെ, 85 കോസ്റ്റ് വന്നാലാണ് നമുക്കവിടെ മിനിമം 15 രൂപയെങ്കിലും ഒന്ന് കിട്ടുക, നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ. ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും നമ്മളുടെ സെയിൽസ് നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റ് അല്ല, നമുക്ക് പിന്നെ അവിടെ കിട്ടുന്ന പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ 15 രൂപയെങ്കിലും നമുക്ക്, അല്ലെങ്കിൽ 15% നമുക്ക് അവിടെ നെറ്റ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും കോസ്റ്റ് നിൽക്കണം. 85% മാക്സിമം കോസ്റ്റ് വരാൻ പാടുള്ളൂ. ഇപ്പൊ 90% വരികയാണെങ്കിലോ, 90% വന്നാൽ 100ന്ന് 10 പോയാല് 90 പോയാൽ പിന്നെ അവിടെ നമുക്ക് ആകെ പ്രോഫിറ്റ് എത്ര പെർസെന്റേജ് ഉണ്ടാവുള്ളൂ, 10% ഉണ്ടാവുള്ളൂ. ഓക്കെ, അതുകൊണ്ട് മാക്സിമം 85 വരെ, 75 to 85 ആണ് അതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ട് കണക്കാക്കുന്നത്. അതിന്റെ മുകൾക്ക് പോകാൻ പാടില്ല. 85ന് മുകളിലോട്ട് ഈ പറയുന്ന കോസ്റ്റ് വന്നു കഴിഞ്ഞാൽ കമ്പനിക്ക് അത് നഷ്ടമായിരിക്കും. ഓക്കെ, ഒരു പ്രോബ്ലം നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഓപ്പറേറ്റിംഗ് റേഷ്യോ ആണ്. ഓപ്പറേറ്റിംഗ് റേഷ്യോ കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. സെയിൽസ് 7,06,000 ആണ്. സെയിൽസ് റിട്ടേൺ 10,000 ആണ്. ഓക്കെ, 10,000 ആണ്. ദെൻ അതുപോലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 4,80,000 ആണ്. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 45,000, സെല്ലിംഗ് എക്സ്പെൻസ് 75,000, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 30,000 ആണ്. ഇതാണ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കാം, ഇതിൽ ഏതൊക്കെ ഐറ്റംസ് ഏതൊക്കെയാന്നുള്ളത് പറയണം കേട്ടോ. സെയിൽസ് നിങ്ങൾക്ക് അറിയാം, സെയിൽസ് റിട്ടേൺ അറിയാം. നെറ്റ് സെയിൽസ് കാണാനാണ് ഈ രണ്ട് ഐറ്റംസ് വന്നത്. സെയിൽസിന് സെയിൽസ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് സെയിൽസ് കിട്ടും അല്ലെ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡയറക്ട്ലി തന്നിട്ടുണ്ട്. ഓക്കെ, ഈ പറയുന്ന ഐറ്റംസ് ഒക്കെ എന്താ, ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, അതുപോലെ സെല്ലിംഗ് എക്സ്പെൻസ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ഇതൊക്കെ എന്താ, ഇതൊക്കെ ഓപ്പറേറ്റീവ് എക്സ്പെൻസുകളാണ്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതൊക്കെ ഓപ്പറേറ്റീവ് എക്സ്പെൻസ് ആണ്. ഓക്കെ, അപ്പോ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ എത്ര വരും? സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ എത്രയാ? 7,60,000 മൈനസ് 7,60,000 മൈനസ് 10,000. 10,000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആൻസർ കിട്ടുക എത്രയാണ്? 7,50,000. 50,000. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ കണ്ടെത്തി വെച്ചു. അപ്പൊ നെറ്റ് സെയിൽസ് കിട്ടി. നമ്മുടെ ഇക്വേഷൻ എന്താ? നമ്മുടെ ഇക്വേഷൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഡിവൈഡ് നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റത്തെ ഒരു ഐറ്റം കിട്ടി, നെറ്റ് സെയിൽസ് കിട്ടി നമുക്ക്. ഇനി
ഇനി വേണ്ട നമുക്ക് ഈ പറയുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഓൾറെഡി നമുക്ക് ഡയറക്ട്ലി തന്നിട്ടുണ്ട്. 4,80,000 ആണ്, 4,80,000 ആണെന്നുള്ളത് ഡയറക്ട്ലി തന്നിട്ടുണ്ട്. പ്ലസ് എന്ത് പ്ലസ് ചെയ്യാം? ഈ പറയുന്ന ഓപ്പറേറ്റ് എക്സ്പെൻസ് ആയിട്ടുള്ള 4,45,000 75,000 30,000 ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് അവിടെ ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ ആൻസർ ഞാൻ കാണിക്കാം കേട്ടോ. ദെൻ ഓപ്പറേറ്റിംഗ് റേഷ്യോ കാണാൻ ഇതാണ് ഇക്വേഷൻ. ടോട്ടൽ സെയിൽസ് മൈനസ് ടോട്ടൽ സെയിൽസ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 75,000 നമുക്ക് അവിടെ 7,50,000 നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടും. ഇനി നമുക്ക് അവിടെ 4,80,000 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് 45,000 ദെൻ 75,000 45ഉം 75. ഇവിടെ നോട്ട് ചെയ്യാം, ഈ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ നമുക്ക് വരില്ല, അത് ഓപ്പറേറ്റിംഗ് അല്ല. നമ്മളിവിടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പറഞ്ഞപ്പോൾ അവിടെ വന്നിട്ടുള്ള ഐറ്റംസുകൾ നോട്ട് ചെയ്തുകൊണ്ട് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആണ് ഒന്ന്, പിന്നെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് വരും, പിന്നെ ഫിനാൻഷ്യൽ എക്സ്പെൻസസ് ലൈക്ക് ഇൻട്രസ്റ്റ്, ഷോർട്ട് ടൈം ലോൺ, ബാഡ് ഡെറ്റ്, ഡിസ്കൗണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടുത്തെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളായിട്ട് വരിക. എന്ത് വരുന്നില്ല? ടാക്സേഷൻ വരുന്നില്ല, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ വരുന്നില്ല. അപ്പോൾ അത് എടുക്കരുത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? അങ്ങനെ നമ്മൾ ഈ പറയുന്ന ഇക്വേഷൻസിലോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആൻസർ കിട്ടി. എത്രയാണ്? 80% ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് എത്രയാ? സ്റ്റാൻഡേർഡ് 75 to 85 ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇതാണ് 80% ആണ്, അത് സ്റ്റാൻഡേർഡ് ആട്ടോ. ഇനി നെക്സ്റ്റ് നോക്കാം, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും തമ്മിലുള്ള ബന്ധമാണ് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യണത്. ഓക്കെ, ഇവിടെ രണ്ട് നോട്ട് ചെയ്ത് വെച്ചോ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് സെയിൽസ് ആണ്. ദെൻ നെറ്റ് സെയിൽസ് എന്ന് പറയുന്ന കോമ്പണന്റിനെ കുറിച്ച് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട, കാരണം സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് സെയിൽസ് കിട്ടും അല്ലെ. ദെൻ ഇനി രണ്ടാമത്തെ കോമ്പണന്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ നെറ്റ് സെയിൽസ് എന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യുക, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് എന്ത് ചെയ്യുക? നമ്മൾ ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് ചെയ്യാം. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ സെയിൽസ് എന്ന് അല്ലെ, സെയിൽസ് എന്ന് എന്ത് മൈനസ് ചെയ്തതാ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ദെൻ അതിന് നമ്മളുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ മൈനസ് ചെയ്താൽ, അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയേക്ക നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റിനെ തന്നെ പറയുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണ് ആക്ച്വലി ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ആ നെറ്റ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന റേഷ്യോ ആണ് ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ആണ്, അതും സെയിൽസും നെറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. സെയിൽസിന്റെ അല്ലെങ്കിൽ നെറ്റ് സെയിൽസിന്റെ എത്ര പെർസെന്റേജ് ആണ് നെറ്റ് പ്രോഫിറ്റ് വരുന്നത് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വരുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ അസർട്ടൈൻ ദി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മീൻസ് നെറ്റ് പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്, അല്ലെ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. സെയിൽസ് റിട്ടേൺ അല്ലെ, സെയിൽസ് ലെസ് റിട്ടേൺ, റിട്ടേൺസ് മൈനസ് ചെയ്ത സെയിൽസ് എത്രയാണ്? 8 ലക്ഷം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 5,60,000. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 50,000. സെല്ലിംഗ് എക്സ്പെൻസ് 30,000. ഇൻട്രസ്റ്റ് 40,000. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് 15,000. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 20,000. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിലിപ്പോ സെയിൽസ് ലെസ് റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ നെറ്റ് സെയിൽസ് ആയി, ഒരു ഐറ്റം ഡയറക്റ്റ് ആയിട്ട് കിട്ടി. ഇനി ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉണ്ട് അല്ലെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഇനി ആ ഗ്രോസ് പ്രോഫിറ്റ് എന്ത് മൈനസ് ചെയ്യണം? നമുക്ക് ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് ഇത് എടുക്കാൻ പറ്റില്ല. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റും പ്രൊവിഷൻ ഫോർ ടാക്സേഷനും എടുക്കാൻ പറ്റുമോ? നേരത്തെ ഇല്ല എന്നാ പറഞ്ഞില്ല. നമുക്ക് ഇതിന്റെ ആൻസർ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ദാറ്റ് മീൻസ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ്. ഓക്കെ, ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? സെയിൽസ് എന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യുക, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്?
8 ലക്ഷത്തിന് സെയിൽസ് നമുക്ക് ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 5,60,000 മൈനസ് ചെയ്തു. പിന്നെ നമുക്ക് പറയുന്ന ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് വരുന്നത് ഏതാ 50,000 അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, അതുപോലെ സെല്ലിംഗ് എക്സ്പെൻസ് 30,000, പിന്നെ ഇൻട്രസ്റ്റ് 30,000. ദാറ്റ് മീൻസ് ഈ പറയുന്ന പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് എന്താ, അത് ഫിക്സഡ് അസറ്റ് ആണ്. ഓക്കെ, അതെന്തല്ല നമ്മളുടെ ഇപ്പൊ സോപ്പ് നിർമ്മിക്കുന്ന കമ്പനി ആ സോപ്പ് വിറ്റ് കിട്ടുന്ന പ്രോഫിറ്റ് ആണ് സെയിൽസ്. മനസ്സിലായല്ലോ? അല്ലാതെ ഈ സെയിൽസ് എന്താണ്, ഇത് അവർ ഫിക്സഡ് അസറ്റ് വിറ്റതാണ്. ആ സോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനറി വിറ്റത് അല്ലെങ്കിൽ പ്ലാന്റ് വിറ്റതാണ്, അതിലെ പ്രോഫിറ്റ് ആണ്. അത് ഇതിൽ കൂട്ടാൻ പറ്റില്ല. അത് അവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ല, അതവരുടെ ഈ പറയുന്ന അസറ്റ് വിറ്റ പൈസയാണ്. ഓക്കെ, ഇനി പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എടുക്കാൻ പാടില്ല. ഇപ്പൊ ഒഴിവാക്കേണ്ട 2 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ക്വസ്റ്റ്യനിൽ ചിലപ്പോ ഈ 2 ഐറ്റംസ് തരും. അപ്പൊ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ സംഭവങ്ങൾ ഒഴിവാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് കാണാന് നമ്മളുടെ സെയിൽസ് റിട്ടേൺസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്തു. പിന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളുടെ ഇത് 2 ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് 50,000 സെല്ലിംഗ് എക്സ്പെൻസ് 30,000. അതുപോലെ അല്ലെ നമ്മളിത് മൈനസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 1,60,000 ആണ് നമുക്ക് അവിടെ കിട്ടിയത്. ഓക്കെ, ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാണാന് ഇക്വേഷൻസിലോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആൻസർ കിട്ടിയത് എത്രയാണ്, 20% ആണ്. ദാറ്റ് മീൻസ് നമുക്ക് 100 രൂപയുടെ സെയിൽസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കതിൽ നെറ്റ് പ്രോഫിറ്റ് എത്ര പെർസെന്റേജ് ഉണ്ട്, 20%. ദാറ്റ് മീൻസ് 100-ലെ 20 രൂപ എന്താണ് നമുക്ക് വിറ്റാല്, ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ 100 രൂപക്ക് വിറ്റാല് അതിലെ 20 രൂപ എന്താണ് നെറ്റ് പ്രോഫിറ്റ് ആണെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് വരുന്നത് എക്സ്പെൻസസ് റേഷ്യോസും ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. പ്രോബ്ലംസ് ഇതിൽ ഇല്ല കേട്ടോ. എക്സ്പെൻസസ് റേഷ്യോ, അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞത്. ഓക്കെ, ദെൻ എക്സ്പെൻസസ് റേഷ്യോ എക്സ്പ്രസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് എക്സ്പെൻസസ് ടു നെറ്റ് സെയിൽസ് ആണ്. നമുക്കറിയാം നെറ്റ് സെയിൽസും മറ്റുള്ള എക്സ്പെൻസുകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് റേഷ്യോ ആണ്. അതായത് സെയിൽസിന്റെ എത്ര പെർസെന്റേജ് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. മനസ്സിലാക്കുക, നെറ്റ് സെയിൽസിന്റെ എത്ര പെർസെന്റേജ് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതിന് ഇതാണ് ഇക്വേഷൻ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, ഇനി ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, ഇത് 3 എന്താണ്, 3 ഓപ്പറേറ്റിംഗ് ആണ്, ഓപ്പറേറ്റീവ് എക്സ്പെൻസുകളാണ്. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് റേഷ്യോ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് റേഷ്യോ, ഫൈനാൻസ് എക്സ്പെൻസ് റേഷ്യോ, ഇതൊക്കെ ഓപ്പറേറ്റീവ് എക്സ്പെൻസ് ആണ്. ഈ ഓപ്പറേറ്റീവ് എക്സ്പെൻസ് ഇപ്പൊ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് നെറ്റ് സെയിൽസിന്റെ എത്ര പെർസെന്റേജ് ആണെന്നുള്ളത് കണ്ടെത്താണ്. സെയിൽസിന്റെ എത്ര പെർസെന്റേജ് ആണ്. ഇനി സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് നെറ്റ് സെയിൽസിന്റെ എത്ര പെർസെന്റേജ് എന്നുള്ളത് കണ്ടെത്താണ്. ജസ്റ്റ് ഇൻറ്റു 100 ചെയ്താൽ മതി. ഒക്കെ നമ്മൾ പെർസെന്റേജിലാണ് എന്ത് ചെയ്യുക, നമ്മളിതൊക്കെ ഷോ ചെയ്യുക. ഇനി ഫൈനാൻസ് എക്സ്പെൻസ് റേഷ്യോ, നമ്മളുടെ ഫിനാൻഷ്യൽ എക്സ്പെൻസുകൾ ഉണ്ടാവില്ലേ, എസ്പെഷ്യലി നമ്മുടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും. അതൊക്കെയാണ് ഫിനാൻസ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഫൈനാൻസ് എക്സ്പെൻസ് സെയിൽസിൽ എത്ര പെർസെന്റേജ് ആണ് വരുന്നത്, ഇതൊക്കെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന റേഷ്യോസ് ആണ് എക്സ്പെൻസസ് റേഷ്യോസ് എന്ന് പറയും. ഈ പറയുന്ന 4 എണ്ണമാണ് എക്സ്പെൻസസ് റേഷ്യോസ് വരുന്നത്. ഇനി നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണ്, അത് നമ്മളുടെ ഈ പറയുന്ന നെറ്റ് സെയിൽസും നമ്മളുടെ പ്രോഫിറ്റും അല്ലെ, ഓവറോൾ പ്രോഫിറ്റബിലിറ്റി നെറ്റ് പ്രോഫിറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അത് തന്നെയാണ് ആക്ച്വലി ഓപ്പറേറ്റിംഗ് റേഷ്യോസ് എന്ന് പറയുന്നത് കേട്ടോ. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ്. നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോസ് നമുക്ക് കിട്ടും. ഇതാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൽ വരുന്ന പ്രധാനപ്പെട്ട റേഷ്യോസ്.